So yes, ladies and gentlemen, I am back with the movie called Grr. ഹിന്ദി സിനിമ ഗർ അല്ല, ഇത് നമ്മുടെ മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ജസ്റ്റ് ഒന്ന് എന്താണ് ന്യൂസ് റിലീസസ് നോക്കുമ്പോഴാണ് ഓഗസ്റ്റിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസായിരിക്കുന്ന കുഞ്ചാക്കോ ബോബൻ്റെ പടം, അതും സുരാജ് വെഞ്ഞാറും കൂടി തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചു ഐ വോണ്ട് ടു വാച്ച് ദിസ് മൂവി വാട്ട് എവർ. കണ്ടതിന് ശേഷം തോന്നി വേണ്ടായിരുന്നു. ഓ മൈ ഗോഡ്. ഈ സിനിമയ്ക്ക് പേര് ഗർ എന്നാണെങ്കിലും എൻ്റെ അഭിപ്രായം വെച്ചിട്ട് ഈ സിനിമയ്ക്ക് ആക്ച്വലി ഇടേണ്ടിയിരുന്ന പേര് പൂച്ചയുടെ ഗർജനയാണ്. അതാണ് ഈ സിനിമയ്ക്ക് ഇടേണ്ടത്. നൗ ജോക്സ് അപ്പാർട്ട്, ദിസ് ഫിലിം ഈസ് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് ക്ലൂ എന്തൊക്കെയാണെങ്കിൽ കൂടിയിട്ടും ഐ ഡോണ്ട് ബിലീവ്, എനിക്ക് തോന്നുന്നില്ല ഈ സിനിമയുടെ ഫുൾ കഥ ഇസ് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ്. ട്രിവാൻഡ്രം സൂവിലാണ് നടക്കുന്നത്, മ്യൂസിയത്തിലല്ല. ട്രിവാൻഡ്രം സൂവിൽ നമ്മുടെ സിംഹക്കൂട്ടിലേക്ക് ഒരാളെടുത്ത് ചാടുകയും ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രംഗം 10 കൊല്ലം മുൻപ് നമ്മുടെ പത്രത്തിൽ ഉണ്ടായിരുന്നു. ഐ തിങ്ക് 2017 or 12 അറൗണ്ട് ആ സമയത്ത് ഒരു വായിച്ച ഓർമ്മയുണ്ട്. സോ അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ആ ഒരു ഭ്രാന്തൻ്റെ റോള്, ആ ഒരു കള്ള് കുടിച്ച് അതിൻ്റെ കൂട്ടിനുള്ളിലേക്ക് ചാടുന്ന ക്യാരക്ടറായിട്ടാണ് കുഞ്ചാക്കോ ബോബൻ വരുന്നത്. ആൻഡ് ആ സൂവിലെ ഒരു തരം എംപ്ലോയി എന്നൊക്കെ പറയാം, അതാണ് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ റോള്. ഒരു ദിവസത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് സിനിമ കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടറിനെ എന്താ പറയുക, പിടിച്ച് പുറത്തേക്ക് എത്തിക്കുക, ജീവനോടെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള അതാണ് സിനിമ സംസാരിക്കുന്നത്. അതൊക്കെ രസകം തന്നെയാണ് കാണാനായിട്ട്. പക്ഷേ കഥ ആണ് എനിക്ക് തീരെ പ്രേമനൈരാശ്യം. ചില ഭാഗങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബട്ട് എനിവേ, ഇറ്റ്സ് എ സിനിമ ആഫ്റ്റർ ഓൾ. ആൻഡ് കുഞ്ചാക്കോ ബോബനെ പറ്റിയും സുരാജ് വെഞ്ഞാറമൂടിനെ പറ്റിയും കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദേ ഹാവ് ഡൺ ദിയർ ബെസ്റ്റ് ഫോർ ദ മൂവി. ആൻഡ് അത് ഈ സിനിമയിൽ ഉടനീളം തന്നെ വ്യക്തമാണ്. അവരുടെ ആ ഒരു അഭിനയ മികവും പിന്നെ ചെറിയ കോമഡികളും പിന്നെ സുരാജ് വെഞ്ഞാറമൂട് കുഞ്ചാക്കോ ബോബൻ്റെ ആ ക്യാരക്ടറിനെ അനുനയപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്ന അതിൻ്റെ കാര്യങ്ങളും പിന്നെ മയക്കുപിടി ചെയ്യാൻ വരുന്ന ആ ഒരു വേട്ടക്കാരനാണ്, എന്തൊരു പേര് പറയും ആ റോളിന്, കക്ഷി വരുന്നതും പിന്നെ സിംഹത്തിന് വയ്ക്കേണ്ട മയക്കുപിടി മറ്റവനെ ചന്തിക്ക് കൊണ്ട് കൊള്ളുന്നതും ഒക്കെ ഒരു രസത്തിലൊക്കെ എടുത്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റിൽ എന്താ പറയുക, വലിയുടെ ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നൊരു എൻഡിങ്ങോട് കൂടി പടം അവസാനിക്കുകയാണ്. കൊള്ളാം എന്ന് വെച്ചാൽ കൊള്ളാം ഏറെക്കുറെയൊക്കെ. ബട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലല്ല പടം മുന്നോട്ട് പോയത്. ഒരുപാട് പാളിച്ചകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ആൻഡ് എടുത്തു പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് അങ്ങോട്ട് കൂടും. ആൻഡ് ഒട്ടുമിക്ക ക്യാരക്ടേഴ്സിനും സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ഒട്ടുമിക്ക ക്യാരക്ടേഴ്സിനൊക്കെ നല്ല കോമഡി രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് വൈ എന്താ പറയുക, ഒരു കോമഡി ലൈനിൽ വേണം ഈ സിനിമേനെ അപ്രോച്ച് ചെയ്യാനും കാണാനായിട്ടും. അതൊരു ട്രൂ ഇൻസിഡൻ്റ് ആണ്. സോ എന്താ പറയുക, ആ ഒരു സീരിയസ് അത് വെച്ചിട്ട് കാണാതിരിക്കുക. ഇതിൽ ഒരു ഫയർ എൻജിൻ വരുന്നുണ്ട്, ഫയർ ബ്രിഗേഡ് വന്ന് രക്ഷപ്പെടുത്താനായിട്ട്. സോ അതിലെ ആ ഒരു മേജർ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ആൾ ചെയ്യുന്ന കോമഡി തരങ്ങൾ, സൂവിലെ എന്താ പറയുക, മൃഗങ്ങളെ നോക്കുന്ന വെറ്റിനറി ആ കക്ഷി ചെയ്യുന്ന കുറേ കോമഡി അങ്ങനെ എന്താ പറയുക, എല്ലാത്തിലും കോമഡി കലർത്തിയിട്ടാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. സോ ഒരു സീരിയസ് നോട്ടിലൂടെ ഒരു അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, സർക്കാരിനെ കളിയാക്കുന്ന രീതിയിലായിരിക്കും പടം ചെന്ന് അവസാനിക്കുക. ബട്ട് എന്തുകൊണ്ടോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്തുകൊണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഈ ഒരു സിനിമ അതൊക്കെ തിയേറ്റർ റിലീസ് വന്നപ്പോൾ ഐ ഡോണ്ട് നോ എൻ്റെ കാഴ്ചയിൽ നിന്ന് എങ്ങനെ മറിഞ്ഞു എന്നുള്ളത്. ഐ തിങ്ക് അതൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അല്ലായിരുന്നു. ലൈക്ക് നോബഡി വാസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അതുകൊണ്ടായിരിക്കാം 1.5 മാസം, കാരണം ജൂണിലാണ് ഈ സിനിമ റിലീസായത്. ഇപ്പോഴാണ്, അപ്പോൾ ഓഗസ്റ്റ് അവസാനിക്കാറായി, ഇപ്പോഴാണ് കാണാൻ കിട്ടിയത്, ഇപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനത്തെ പടം ഇറങ്ങിയെന്നുള്ളത്. സോ ഗൈസ്, അത്രയ്ക്ക് തന്നെയാണ്. കുഞ്ചാക്കോ ബോബൻ അല്ലെങ്കിൽ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഫാനാണ് നിങ്ങളെങ്കിൽ യു വിൽ ബി എൻജോയിങ് ദിസ് മൂവി. അതർവൈസ് ഐ ബിലീവ് യു വിൽ ബി ഡിസപ്പോയിൻറ്റഡ്. അടുത്ത റിവ്യൂമായിട്ട് വരാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. എനിക്ക് ഏറെക്കുറെ എന്താ പറയുക സർപ്രൈസിങ് ആയിട്ട് തോന്നിയത്, ഈവൻ ദീസ് 2 ആക്ടേഴ്സ്
അവർ ഈ സ്ക്രിപ്റ്റ് വായിച്ചിരിക്കണം. സോ എന്ത് കണ്ടിട്ടായിരിക്കണം അവരിത് ഈ ഒരു സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത്. ഐ തിങ്ക് കോമഡി എലമെൻ്റ് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ കോമഡി എലമെൻറ്റ് ആ ഒരു സിംഹക്കൂട്ടത്തിൽ വെച്ച് നടക്കുന്നത് ഏറെക്കുറെ കോമഡി അല്ല. ഐ മീൻ ഇറ്റ്സ് ലൈക്ക് സംതിങ് ലൈക്ക് ഒരു സർവൈവലാണല്ലോ കാണിക്കുന്നത്. സോ ലൈക്ക് ഐ ഡോണ്ട് ഫീൽ മച്ച് കോമഡി ഇൻസൈഡ് ഇറ്റ്. പക്ഷേ എൻ്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളോട് ലേശം കോമഡിയൊക്കെ തോന്നി. സോ ഇറ്റ്സ് ലൈക്ക് ഒരു അവിയൽ രൂപത്തിൽ കാണാൻ പറ്റിയൊരു പടം. എന്തോ ഇറ്റ്സ് സ്റ്റിൽ മൈ പേഴ്സണൽ ഒബ്സർവേഷൻസ് ആണ്. എന്നിരുന്നാലും ഐ തിങ്ക് ഞാൻ കണ്ടവരോടൊക്കെ ചോദിച്ചപ്പോൾ ഇതേ അഭിപ്രായം തന്നെയാണ് അവരും പറഞ്ഞത്. സോ ഗൈസ്, if you want to watch this movie, head to Disney Plus Hotstar. It's still playing there. അടുത്ത മൂവി റിവ്യൂ ആയിട്ടും വരാം ആസ് യൂഷ്വൽ. ആൻഡ് ദെൻ ആസ് യൂഷ്വൽ stay tuned.